ഹായ് ഫ്രണ്ട്സ്, വൈറ്റ് പിയോണിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വൈറ്റ് പിയോണി ഫ്ലവർ വിരിഞ്ഞിട്ടില്ല, ബഡ് വിരിയാനായിട്ട് ആയി തുടങ്ങിയാണ് കേട്ടോ. കുറച്ച് ദിവസമായി ബഡ് വരൽ തുടങ്ങിയിട്ട്. നമ്മൾ 1 മന്തായി നട്ട് വെച്ചിട്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് ഫ്ലവർ ബഡ് വന്നുകൊണ്ട് നിൽക്കുന്നത്. മിറാക്കിളും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നട്ട് വെച്ചത്. പക്ഷേ 15 ദിവസമായപ്പോഴേക്ക് മിറാക്കിളൊക്കെ ഫ്ലവർ വരുന്നു കേട്ടോ. ബഡ് വന്നു, ഫ്ലവർ വിരിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ബഡ് വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് പിയോണി ഫ്ലവർ വന്നതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പൂക്കൾ തരുന്നൊരു ഐറ്റം കൂടാണ് കേട്ടോ. ഇത് മിറാക്കിളാണ്. മിറാക്കിളിൽ എല്ലാ ലീഫിൻ്റെ അടിയിലും ബഡ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ വെറുതെ ലീഫുകളൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഈ കരിഞ്ഞ ലീഫൊക്കെ ഒഴിവാക്കാൻ വിചാരിച്ച് ഇങ്ങനെ ഇളക്കി നോക്കിയതാണ്. അപ്പോൾ ലീഫുകളുടെ അടിയിലൊക്കെ ഇങ്ങനെ ചെറിയ കുഞ്ഞു ബഡുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം നമുക്കല്ലേ ബഡുകൾ ഇങ്ങനെ കാണുമ്പോൾ, ഫ്ലവർ വിരിഞ്ഞ് കാണുമ്പോൾ. അപ്പോൾ മിറാക്കിൾ ഫ്ലവർ വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതുണ്ടല്ലേ, ഈ ലീഫിൻ്റെ അടിയിലൊക്കെ ഉണ്ട്. അപ്പോൾ മിറാക്കിളിൻ്റെ റണ്ണർ, വൈറ്റ് പിയോണിൻ്റെ റണ്ണറൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡിയാണ് കേട്ടോ. വേണ്ടവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണർ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നട്ടുപിടിപ്പിക്കാൻ കഴിയുന്നവർ ഓർഡർ ചെയ്തോളൂ.